നമ്മുടെ ഒരു സിനിമാ നടൻ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആര്? സിനിമാ നടൻ നോബി. നാഭിയോ? ഏത് നാഭി? നാഭിയല്ല, നോബി. നോബി ഒരുപാട് മാംസമുള്ള ഒരു പ്രശ്നമല്ലേ? നോബിക്ക് വേണ്ടി പാട്ട് വേണം. നോബിക്ക് പാടണോ? ഇതാര് വന്നായിരുന്നു? പാടണോന്ന് പറഞ്ഞായിരുന്നോ? ആ ഒരു പാട്ട് വേണം. പാടിക്കോ ഞങ്ങൾ രക്ഷപ്പെട്ടു. നമുക്ക് റെസ്റ്റ് എടുക്കാം. രാജൻ ചേട്ടൻ പാടണം. ഏത് പാട്ടാണാവോ? ചേട്ടൻ എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കലാണ് കൂടുതലായിട്ട് താല്പര്യം. ലാലേട്ടന്റെ രാമകഥ എന്ന പാട്ടില്ലേ? രാമകഥ, ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് പാട് ഞങ്ങൾക്കും ഇഷ്ടമാണ്. പാട്. ഞാനല്ല, രാജൻ ചേട്ടൻ പാടണം. അത് ഭയങ്കര ഞാൻ പാടണോ? കേക്കണം അത്. പ്രിയ സോസ്, ഇതുവരെയുള്ള പ്രോത്സാഹനത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത കാലത്തിലേക്ക് കടകാണ്. നോബി എന്ന വിശ്വവിഖ്യാത സിനിമ നടൻ ആവശ്യപ്പെട്ട കാലത്ത് ഭരതം എന്ന ചിത്രത്തിലെ രാമകഥ എന്ന് തുടങ്ങുന്ന ഗാനം റെക്കോർഡിംഗ് വേളയിൽ പാടിക്കഴിഞ്ഞ കണ്ണും തലം കരയിരുന്ന യേശുദാസ് ഇത് ആ ഗാനത്തിന് വളരെ ഈസിയായി ശബ്ദം നൽകുന്നു. രാജൻ. രാമകഥ ഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ, സാഗേതം പാടുകയായി ഹേ രാമാ. ഇന്ദ്രധനുസുകൾ മീട്ടി ദേവകളാദിനാമ ഗംഗയാടി. നോബി ഗാനം ആവശ്യപ്പെടുന്നത് സത്യത്തിൽ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കി. ഇത് കൈതപ്പുറം രവീന്ദ്രൻ മാഷിന്റെ ഒരു മനോഹരമായ കോമ്പോസിഷനാണ്. അദ്ദേഹത്തിന്റെ ആ സംഗീത ബോധത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന് എത്ര സംഗീത അപാരമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ മനോഹര ഗാനം അദ്ദേഹം സെലക്ട് ചെയ്യാൻ അദ്ദേഹത്തിന്റെ മനസ്സ്, സംഗീതത്തിലുള്ള അഭിനിവേശം. അതാണ് ഈ ഗാനത്തിൽ ഞാൻ അദ്ദേഹത്തിന് കാണുന്ന ഒരു പ്രത്യേകത. ഒരുപാട് കാര്യങ്ങൾ ഈ ഗാനത്തിന് നമുക്ക് നൊസ്റ്റാൾജിയായി തരുന്നുണ്ട്. രാമ ഒരു ആംബുലൻസ് വിളിക്കുന്നു പെട്ടെന്ന്. വേണ്ട, സ്റ്റേജിൽ കിടന്ന് മരിക്കണമെന്നായിരുന്നു രാജൻ ചേട്ടൻ ആഗ്രഹം. അതിങ്ങനെ അങ്ങ് നടക്കട്ടെ.